ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇഗ്നീസ് 2025 മോഡലിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാക്കിൽ കാണുന്ന ലൊക്കേഷൻ നല്ല സുപരിചിതമായിരിക്കും. നമ്മുടെ ഉത്രാളിക്കാവ് ക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന ലൊക്കേഷൻ. കാരണം നിങ്ങൾ പല വീഡിയോയിലും ഇതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ലൊക്കേഷൻ. ഉത്രാളിക്കാവ് അമ്പലമാണ് കാണുന്നത്. അപ്പോൾ ഈ വാഹനം 2025 മോഡൽ ആൽഫ വേരിയൻറ്റിൽ പറ്റിയൊരു വാഹനമാണ്. ഇഗ്നീസിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ് ആൽഫ വേരിയൻ്റ് കേട്ടോ. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും മാരുതി പ്രീമിയം സെഗ്മെൻറ്റ് വാഹനത്തിൽ എടുക്കാൻ പറ്റിയ ഏറ്റവും ഒരു ബെസ്റ്റ് വേർഷനാണ് നമ്മുടെ മാരുതിയുടെ ഇഗ്നീസ് കേട്ടോ. അപ്പോൾ 2025 മോഡൽ ഫുൾ ഓപ്ഷൻ ആൽഫ എഡിഷനാണ് നമുക്ക് ഈ കിടക്കുന്ന വാഹനം എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് തന്നെ കണ്ടാൽ നമുക്ക് നല്ലൊരു കിടിലൻ സ്പോർട്ടി ലുക്കോട് കൂടി ഒരു കോമ്പാക്റ്റ് XUV-യുടെ ഒരു ലുക്ക് തരുന്ന ഒരു ഹാച്ച് പാക്കാണ് നമ്മുടെ ഇഗ്നീസ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നും അതേപോലെ തന്നെ സൈഡിൽ നിന്നും ബാക്കിൽ നിന്നും ഒക്കെ തന്നെ നോക്കിയാൽ ഒരു സ്പോർട്ടി ലുക്ക് ഫീൽ ചെയ്യുന്ന, അതായത് യുവത്വങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ഇഗ്നീസ് കേട്ടോ. ഏത് തരത്തിലുള്ള മോഡിഫിക്കേഷനും ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുന്നൊരു വാഹനമാണ് നമ്മുടെ ഇഗ്നീസ്. നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നമുക്ക് ആദ്യം തന്നെ ഹെഡ് ലാമ്പ് എടുക്കാം. ഹെഡ് ലാമ്പ് നമുക്കൊരു പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് DRL വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു ഹെലജൻ ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് ഈ ഫുൾ ഓപ്ഷനിൽ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഫ്രണ്ട് ഗ്രില്ല് നിങ്ങൾ നോക്കൂ, നമുക്ക് റേഞ്ച് റോവർ അങ്ങനത്തെ വെഹിക്കിൾസ് തോന്നിക്കണ വിധമുള്ള ഗ്രില്ലും കാര്യങ്ങളാണ് വരുന്നത്. സെൻട്രൽ അത് ക്രോം ഫിനിഷും കൂടിയിട്ടുള്ള ഒരു ഗ്രില്ല് മോഡലാണ് വരുന്നത്. നമ്മളിപ്പോൾ വാഹനത്തിൻ്റെ കാറിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഉള്ളിൽ AC വെൻസിൻ്റെ ഒക്കെ പോലെയാണ് ഇതിൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ വരുന്നത്. സെൻട്രലായിട്ട് നമുക്ക് ക്രോം ഫിനിഷിൽ നമ്മുടെ സുസുക്കിയുടെ ലോഗോ കാണാനായിട്ട് സാധിക്കും. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്രോം ഫിനിഷ് ധാരാളമായിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഫ്രണ്ടിലെ ഗ്രില്ലും കാര്യങ്ങളും വരുന്നത് കേട്ടോ. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് സ്കിഡ് പ്ലേറ്റോട് കൂടി ഒരു പോർഷനാണ് അടിഭാഗത്ത് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഫോഗ് ലാമ്പും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഫുൾ ഓപ്ഷനിൽ ബേസ് മോഡലാണെങ്കിൽ നമുക്കത് അവൈലബിൾ ആയിരിക്കില്ല. നമുക്ക് അഡീഷണൽ ആക്സസറി ആയിട്ട് വേണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഹെഡ് ലാമ്പ് നമുക്ക് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് വിത്തും അതേപോലെ തന്നെ വിത്ത് DRLസും നമുക്ക് വരുന്നുണ്ട് ഈ വാഹനത്തിൽ. നമുക്ക് 1.2 ലിറ്ററിൽ 4 സിലിണ്ടറിൽ വരുന്നൊരു എൻജിനാണ് നമ്മുടെ ഇഗ്നീസിൻ്റെ എൻജിൻ വരുന്നത്. ഇപ്പോൾ ബോണറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വൈപ്പർ വാഷിൻ്റെ 2 വൈപ്പർ വാഷസും കാര്യങ്ങളും നമുക്ക് ബോണറ്റിൽ തന്നെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 2 വൈപ്പേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു ഗ്ലാസ് ഏരിയ ആണ് നമുക്ക് ഇഗ്നീസിൽ വരുന്നത് കേട്ടോ. വാഹനത്തിൻ്റെ മുകൾ ഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഓപ്ഷനിൽ 2 റൂഫ് റൈൽസ് വരുന്നുണ്ട് മേളിലായിട്ട്. അത് നല്ല സ്പോർട്ടി ലുക്ക് നമുക്ക് ഫീൽ ചെയ്യിക്കുന്ന ഒരു റൂഫ് റൈൽസും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ബോഡി കളർഡ് മിറേഴ്സാണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഈ ടേണിങ് ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ ബോണറ്റിൽ കണ്ടോ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ചുറ്റുമായിട്ട് വീലാർച്ചും സ്കേട്ടിങ്ങും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് അലോയ്സ് വീൽസ്, നമുക്ക് ബ്ലാക്ക് അലോയ് വീൽസ് നമുക്ക് ആൽഫയിൽ വരുന്നുണ്ട്. 15 ഇഞ്ച് ടയർ സൈസ് വരുന്ന ഒരു മോഡലാണ് നമുക്ക് ആൽഫയിൽ വരുന്നത്. ഇപ്പോൾ ഫുൾ ഓപ്ഷനിൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സൈഡ് ബീഡിങ്ങും കാര്യങ്ങളും കൊടുത്തേക്കുന്നത് കാണാം. നമുക്ക് അതേപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് ബോഡി കളർഡ് ഡോർ ഹാൻഡിൽസ് വരുന്നത്. അതിൽ കീലെസ് എൻട്രി ബട്ടൺ, അതായത് ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഇഗ്നീസിൻ്റെ വീൽ ബേസ് വരുന്നത് 2435 mm ആണ് നമുക്കിതിൻ്റെ ടോട്ടൽ വീൽ ബേസ് വരുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഹൈറ്റ് വരുന്നത് 1595 mm ആണ്. നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 3700 mm ആണ് വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഡിസൈൻ നമുക്കിവിടെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാക്കിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഡീഫോഗസ് കാണാനായിട്ട് സാധിക്കും. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു വൈപ്പറും ആൻഡ് വാഷ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സ്പോർട്ടി ലുക്ക് ഫീൽ ചെയ്യുന്നൊരു സ്പോയിലർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് ഇത്തരത്തിലാണ് നമുക്ക് നോക്കാനായിട്ട് സാധിക്കുക. ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് നമുക്ക് സ്കേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റിഫ്ലക്ടർ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബാക്കിൽ നമുക്കൊരു ഹലോജൻ ലൈറ്റ്സ് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു 3 ക്യൂബ് പോലെയാണ് നമുക്ക് ഇതിൻ്റെ ടൈൽ ലൈറ്റ് വരുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഇഗ്നീസിൻ്റെ ഒരു ബാഡ്ജിങ് കൂടെ കാണാം. അതേപോലെ തന്നെ സുസുക്കിയുടെ ഒരു ലോഗോയും ബാക്കിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് നെക്സയുടെ സെഗ്മെൻറ്റിലായതുകൊണ്ട് നമുക്ക് നെക്സയുടെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിൽ തന്നെ നമുക്കൊരു ബ്രൈറ്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ആൻറ്റിനയാണ് നമുക്ക് ഈ മോഡലിൽ നമുക്ക് വരുന്നത് കേട്ടോ.
വാഹനത്തിൻ്റെ ക്യാമറ, അതായത് റിവേഴ്സ് ക്യാമറ ഇവിടെയാണ് നമുക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ബാക്കിൽ നിന്ന് നോക്കിയാൽ റിവേഴ്സ് ക്യാമറ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെയാണ് അതിൻ്റെ ലിവേഴ്സും കാര്യങ്ങളും വരുന്നത്. ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് ബൂട്ട് സ്പേസ് കാര്യങ്ങൾ വരുന്നത്. ബാക്കിൽ നമുക്ക് ഒരു പാഴ്സൽ ട്രേ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് 260 ലിറ്ററാണ് നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് കേട്ടോ. അതിൽ നമുക്കിവിടെ ഒരു ബൂട്ട് ലാമ്പ് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ ഒരു മാറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്കതിൽ ടൂൾ കിറ്റ്സും സ്റ്റെപ്പിനി ടയറും അവൈലബിൾ ആണ് കേട്ടോ. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. അതുപോലെ തന്നെ ഉള്ളിലേക്ക് കയറണം ഇത്തരത്തിലാണ് നമുക്ക് എൻട്രി, അതായത് കീലെസ് എൻട്രി ആണ്. നമുക്ക് പുഷ് ബട്ടൺ അമക്കിയാലും കീ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിലാണ് നമ്മുടെ ഇൻറ്റീരിയർ സൈഡ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ഇൻറ്റീരിയർ വരുന്നത്. നമുക്കൊരു ഡ്യുവൽ ടോണോട് കൂടി ഒരു സ്പോർട്ടി ലുക്കിലാണ് നമുക്ക് ഇൻറ്റീരിയർ വരുന്നത്. ആദ്യം തന്നെ നമുക്ക് ഡോറിൽ നിന്ന് തുടങ്ങാം. ഡോർ ഒരു ഡ്യുവൽ ടോൺ ഡോറാണ് വരുന്നത്. ക്രോം ഫിനിഷിൽ നമുക്ക് ഡോർ ഹാൻഡിൽസിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിലാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഹാൻഡിൽ ബാർ, ഒരു സ്പോർട്ടി ലുക്ക് ഫീൽ ചെയ്യാനായിട്ടുള്ളൊരു ഹാൻഡിൽ ബാർ, അതും വാഹനത്തിൻ്റെ കളർ, അതായത് ബോഡിയുടെ കളർ ഏതാണോ അതിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതിൽ ലോക്ക് ആൻഡ് അൺലോക്ക്, പിന്നെ 1 ടച്ച് പിച്ച് ലോക്കിൻ്റെ ബട്ടൺസും, അതേപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് ORVMസിൻ്റെ ബട്ടൺസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ ഓട്ടോ ഫോൾഡിങ്ങും അവൈലബിൾ ആണ്. അത് ഇത്തരത്തിലാണ് നമുക്ക് ഡോർ ഹാൻഡിൽസിൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. അതുപോലെ നമുക്കിവിടെ സ്പീക്കേഴ്സ് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ബോട്ടിൽ ഹോൾഡേഴ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി സീറ്റ്സും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു പ്രീമിയം സ്റ്റിച്ചിങ് സീറ്റ്സ് കാര്യങ്ങളാണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്കിവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇതൊരു മാനുവൽ വാഹനമാണ് കേട്ടോ. നമുക്കിത് ഓട്ടോമാറ്റിക്കിലും മാനുവലിലും ഈ വാഹനം അവൈലബിൾ ആണ്. ഇതിലാണ് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽസ് കാര്യങ്ങൾ വരുന്നത്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് കോൾ അറ്റൻഡിങ് കാര്യങ്ങൾ, സൗണ്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും കോൾ അറ്റൻഡ് ചെയ്യാൻ കാര്യങ്ങളുള്ള ഇതൊക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ ഒരു ഡ്യുവൽ ടോണോട് കൂടിയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതിൽ നമുക്ക് സുസുക്കിയുടെ ലോഗോ കാണാം. പിന്നെ നമുക്ക് ഇപ്പോൾ ഫുൾ ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാണാം. അതേപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മീറ്ററിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളുള്ള ബട്ടൺ ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ഹെഡ് ലാംപ്സ് കാര്യങ്ങളൊക്കെ കൺട്രോളും ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടണും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഇത്തരത്തിലുള്ളൊരു അനലോഗ് മീറ്റർ ആണ് നമുക്ക് ഇഗ്നീസിൽ വരുന്നത്. ഇത്തരത്തിലുള്ള മീറ്ററാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിലെല്ലാ ഫങ്ഷൻസും നമുക്ക് ഇതിൽ അറിയാനായിട്ട് സാധിക്കും. വാഹനത്തിൻ്റെ ഡോർ ഓപ്പൺ കാര്യങ്ങൾ, ഫ്യൂവൽ എക്കണോമി കാര്യങ്ങളൊക്കെ ഇതിൽ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞൊരു ഡ്യുവൽ ടോൺ ഇൻറ്റീരിയർ ആണ് വരുന്നത്. നമുക്ക് AC വൻസ് 4 നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഈ സിസ്റ്റത്തിൽ കമ്പനി ഇൻബിൽറ്റ് സിസ്റ്റമാണ്. അതിൽ വിത്ത് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാവിധ കണക്ഷൻസും നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വൈപ്പറിൻ്റെ സ്വിച്ചസ് കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഹെഡ് ലാംപ്സിൻ്റെയും ഫോഗ് ലാംപ്സിൻ്റെയും സ്വിച്ചസ് ഇവിടെയാണ് വരുന്നത്, ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം. നമുക്ക് RPM അതേപോലെ തന്നെ നമുക്ക് സ്പീഡ് അനലോഗ് മീറ്ററും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിൻ്റെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ്മെൻറ്റ് ഡേ ടൈം മിറേഴ്സാണ് വരുന്നത് കേട്ടോ. ഈ മിററിൽ നമുക്ക് സൺഷെയ്ഡിൽ നമുക്ക് മിറർ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് മുകളിലായിട്ടൊരു റീഡിങ് ലാംപ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇത്തരത്തിലാണ് നമുക്ക് AC കൺട്രോൾസ് വരുന്നത്. ഇവിടെ ഒരു നമുക്ക് ഹസാർഡ് ലാംപ്സിൻ്റെ ഇതും അതേപോലെ തന്നെ ACൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അതേപോലെ നമുക്ക് 12 വാട്ടിൻ്റെ ഒരു സോക്കറ്റ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാനും കാര്യങ്ങൾക്കുള്ള ഇത് കണക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് USB കുത്താനും ഓഡിയോ ജുക്ക് കുത്താനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ചെറിയൊരു ബോട്ടിൽ ഹോൾഡേഴ്സും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഇത്തരത്തിലാണ് വരുന്നത്. ഇത് മാനുവൽ ആയതുകൊണ്ട് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. അത് പിന്നെ റിവേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിലെ വ്യൂ ഇത്തരത്തിലാണ്. ഒരു പ്രീമിയം നമുക്ക് അത്യാവശ്യം 4 ആൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്നൊരു വാഹനമാണ്. ബാക്കിലെ ഡോർ ഹാൻഡിൽസും ഡോർ പാഡൊക്കെ ഇത്തരത്തിലാണ്. അതുപോലെ തന്നെ 60/40 സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം ബൂട്ട് സ്പേസ് വേണമെങ്കിൽ ഒരാൾക്ക് ഇരുന്നിട്ട് ബാക്കിൽ ലഗേജ് വെക്കാമെന്നുള്ള രീതിയിൽ നമുക്ക് വാഹനത്തിൻ്റെ സീറ്റ് സ്പ്ലിറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് മൊത്തത്തിൽ വണ്ടീനെ പറ്റി പറയാനുള്ളത്. ഈ വാഹനം നമുക്ക് ബേസ് മോഡൽ സ്റ്റാർട്ടിങ് വരുന്നത് 6,20,000 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫുൾ ഓപ്ഷനൊക്കെ ആണെങ്കിൽ ഒരു 8,10,000 രൂപയുടെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. കിടിലൻ ഓഫറുകളിലൂടെ നമുക്ക് വണ്ടി ഇറക്കാനായിട്ട്
സാധിക്കും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.